ഹലോ ബോസ്. നിങ്ങൾ പുറപ്പെട്ടോ, അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കും. ഓക്കെ ബോസ്, അവിടെ എത്തിയിട്ട് വിളിക്കാം. വിനോദണ്ട് ചായ. ജോഹനാണോ കാറും കൊണ്ട് പോയത്? അവനാരോ കാണാൻ വേണ്ടിയാ കാറും കൊണ്ടുപോയെ. ഹലോ. അമ്മ വിളിച്ചായിരുന്നോ? എന്നായിരുന്നു? എടാ മോനെ, നന്ദൂട്ടി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അമ്മ പേടിക്കണ്ട, മറ്റന്നാൾ കഴിഞ്ഞല്ലേ ഓപ്പറേഷൻ. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ കാശും കൊണ്ട് വന്നേക്കാം. മോനെ ആരും എത്രയും പൈസ തരണേ. പണ്ട് 8ൽ വെച്ച് പഠിച്ച അമ്മലിനെ അമ്മയ്ക്ക് അറിയാമോ? അവൻ്റെ വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെയാണ്. അവനിപ്പോൾ വലിയ വക്കീലൊക്കെയാ. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവനിന്ന് രാത്രിക്ക് മുമ്പ് തരാമെന്നാണ് പറഞ്ഞാൽ ഇപ്പോൾ അവളുടെ ഇപ്പോൾ ആശുപത്രിയിലാരാ? അച്ഛൻ കൂടെ നിൽപ്പുണ്ട്. നീ ഇത്രയും പൈസ കൊണ്ട് ഇന്ന് തന്നെ ഇങ്ങോട്ട് പോരാൻ നിൽക്കുവാണോ? ഞാൻ ഇന്ന് രാത്രി തന്നെ വരും. പിന്നെ ഇത്രയും കാശ് കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റണ കാര്യമല്ലാണോ? അപ്പോൾ അച്ഛനല്ലേ പറഞ്ഞു അത്ര വലിയ വാശി. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പഠിക്കൂല, കളിച്ചെടുക്കുള്ളൂ, പണിക്കൊന്നും പോകില്ലെന്ന്. അതുകൊണ്ടല്ലേ എന്നെ ഇവിടെ ഇത്രയും ദൂരത്തോട്ട് കൊണ്ടാക്കിയേക്കണേ. അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ വർക്ക്ഷോപ്പിലെ അനിച്ചേട്ടൻ, അതല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ 10 പൈസ ഇല്ലാണ്ട് ഇവിടെ തെണ്ടിക്കൊണ്ടാണ് നടക്കണേ. അമ്മ എന്നാ വെച്ചേക്ക്, ഞാൻ അമ്മലിനെ വിളിച്ചു നോക്കട്ടെ. അപ്പോ നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ വിനോദങ്ങളുടെയും ടോണിയുടെയും കൂടെ എത്ര കാലമായി നിൽക്കണം? ഞാനങ്ങനെ ചെയ്യുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? പണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ മനുഷ്യൻ വീണ്ടും വീണ്ടും പോരട്ടെ എന്നൊരു മനോഭാവം മാത്രം. ചിലപ്പോ നിനക്കാണ് തോന്നിയിട്ടില്ലെന്ന് ഉറപ്പ്. ടോണിയുടെ പോർട്ടിൽ വന്ന ഗോൾഡ് കസ്റ്റംസ് പിടിച്ചു നീ പറഞ്ഞു. അത് നീ എന്താ ചെയ്തേ? ഹലോ. വിനയ് പറ. എടാ അമ്പല, ഞാൻ പറഞ്ഞ കാര്യം. ഇല്ലില്ല, അതൊക്കെ ഞാൻ റെഡി ആയിട്ടുണ്ടാ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ അത് എൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും കൂടെ വാങ്ങിച്ചതാ. പിന്നെ ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു, അത് കാരണം ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നേയുള്ളൂ. ഞാൻ വിളിക്കാം ഏതായാലും. എടാ കാശ് ഇന്ന് തന്നെ കിട്ടൂലേ? ഇല്ലടാ, ഇന്ന് തന്നെ കിട്ടൂന്നേ. നീ ഏതായാലും ഒരു 5 മണിയാകുമ്പോൾ നമ്മുടെ സ്ഥിര സ്പോട്ടിലേക്ക് പോലെ. ആടാ, ഓക്കെ എന്നാ. ടോണി വിളിക്കുന്നുണ്ടല്ലോ. മിസ്റ്റർ വിനോദ്, തകിടാങ്ങുള്ളപ്പോൾ മുതൽ എനിക്ക് താങ്കളെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ താങ്കളെ വിശ്വസിച്ച് ഹോട്ടലിൽ വരുന്ന ഗോൾഡ് ചെക്ക് ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചത്. പക്ഷേ തൻ്റെ കൂട്ടത്തിലെ ജോഹൻ എന്നെ ചതച്ചു. എൻ്റെ ടീംസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റന്നാൾ അവിടെ അവരെത്തുമ്പോൾ ആ ചെറുക്കനെടുത്ത് മാറ്റിയ ഗോൾഡിന്റെ എമൗണ്ട് അങ്ങ് ഏൽപ്പിക്കും. അല്ലെങ്കിൽ നിന്റെയൊക്കെ തല കാണില്ല. മിസ്റ്റർ വിനോദ്, താങ്കൾ ഇന്ന് മുതൽ എൻ്റെ ഗ്യാങ്ങിൽ വേണ്ട. തന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു. അപ്പോഴേ എൻ്റെ അനിയത്തിൻ്റെ കണ്ണ് ഓപ്പറേഷനുള്ള കാശ്. വളരെ നന്ദി. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നീ ഇന്ന് തന്നെ പോവോ? ഇന്ന് തന്നെ പോകണടാ. ഇന്ന് രാത്രി ഒരു 7-8 മണി ആ സമയത്ത് ബസ്സുണ്ട്. ആദ്യം വൈറ്റില, പിന്നെ വൈറ്റിലേന്ന് നേരെ ആലപ്പുഴ. സമയം 5:30 ആയി. എന്നാൽ ശരിയടാ, ഞാൻ പോയിട്ട് വന്നിട്ട് നിന്നെ കണ്ടാ. ഓക്കെ പോക്കോ. ശരി എന്നാ. ഞാൻ ഗോൾഡ് എന്ത് ചെയ്തു? തകിട ഗ്രൂപ്പിൽ JK കൊടുത്തു. ഞാനെങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നു? സിമ്പിൾ. ടോണിയുടെ ഗോൾഡ് കുറച്ച് കസ്റ്റംസ് പിടിച്ചെന്ന് പറഞ്ഞ് മാറ്റുക. ടോണി തരുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നിനക്ക് ഞാൻ തരും. നീ എന്തിനാണ് ആ കളർ കൊടുക്കാൻ പോയത്? 8 കൊല്ലം മുമ്പ് തകിടാ ഗ്രൂപ്പ് നയിച്ചുകൊണ്ടിരുന്ന കൊന്നിട്ടാണ് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നത്. നിനക്കറിയോ? ഞാൻ അറിയാതെ കൊടുത്തതാണ് JKക്ക്. അത് കഴിഞ്ഞപ്പോഴാണ്
അവരുടെ ഗ്രൂപ്പിച്ചാറുണ്ട് ഇനി ടോണിയുടെ എമൗണ്ട് എനിക്ക് തിരിച്ചു തരാമെന്ന് പറയാം. എന്നാൽ പിന്നെ ജയക്കയുടെ ഗ്രൂപ്പിൽ ചേരേണ്ടി വരും. ടോണി പറഞ്ഞ് കേട്ടല്ലോ, നീ ജയക്കെ വിളിച്ച് കാര്യം പറയും, ടോണിയുടെ ഗോൾഡിൻ്റെ എമൗണ്ട് തരാൻ. ജെക്ക് എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയക്കെ തരാമെന്ന് പറഞ്ഞ എമൗണ്ടും ടോണിയുടെ ഗോൾഡിൻ്റെ എമൗണ്ടും കൂട്ടി നോക്കിയിട്ട് എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടോ എന്ന് നോക്കിയെന്നു. ജെക്ക് തന്നത് മാത്രമല്ല ഒരു 35 ലക്ഷത്തിൻ്റെ കുറവുണ്ട്. അത് കിട്ടിയാലേ ടോണിക്ക് കൊടുക്കാൻ പറ്റും. അത് ജയക്കയോട് ചോദിക്ക്. ഗ്രൂപ്പിച്ചാരത് ജെക്കിന് 10 പൈസ തരില്ല എന്ന് പറഞ്ഞു. അത്യാവശ്യമാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എന്നാലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ സംഭവമാക്കി. എങ്ങനെയായാലും എൻ്റെ പെങ്ങളുടെ ഓപ്പറേഷൻസ് ഇരുന്ന കാശാ, അതെനിക്ക് ഇനി എവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് എടുത്തേ പറ്റുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് അങ്ങോട്ട് കൊടുക്കാം. നീ ബാ. എനിക്ക് പരാതി ഇല്ലെങ്കിലോ? അതെന്താ? എൻ്റെ കയ്യിൽ വേറെ തെളിവുണ്ട്. എന്ത് തെളിവ്? എടാ ഇവനോ? ഇവനാണോ എൻ്റെ തലക്കടിച്ചത്? കുഞ്ഞുമനെ നിന്റെ തല കാണില്ല, അവന്മാർ കൊന്നുകളെ. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയത്. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ആരെ കൊന്നിട്ടാലും ശരി, എനിക്ക് ആ കാശ് കിട്ടിയേ പറ്റുള്ളൂ. എടാ ഇത് നടക്കുന്ന കാര്യമില്ല, അവന്മാർ വലിയ സംഭവമാന്നേ നീ പറയുന്നേക്ക്. എന്നാ ഞാൻ നടത്തിയിട്ടാ പോകുള്ളൂ. നീ എന്തായാലും ഇവന്മാരുടെ വീട് മാത്രം പറ. എടാ ഞാൻ പറയുന്നേക്ക്, ഇത് കളിക്കല്ലേ, നീ ഇത് പ്രശ്നമാവും. നീ വീട് പറയടാ. ശരി ഞാൻ പറയാം. നീ തൽക്കാലം ഇവിടെ നിന്ന് മാറിയിരുന്നു. ടെറസിലേക്ക് വരുന്നില്ലേ? ഇന്നുണ്ടാവില്ലടാ. ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അനിയത്തിയുടെ ഓപ്പറേഷൻ ഡേയ്സ്. ഇപ്പം കാശ് ഇന്ന് കിട്ടും. ഇന്ന് രാത്രി തന്നെ പോകാം. ആ ശരിടാ. എന്നാ ആരാ? എന്തിനാ വന്നേ? നീ എൻ്റെ അനിയത്തിയുടെ കണ്ണ് ഓപ്പറേഷൻ ഇരുന്ന കാശ് എടുത്തുകൊണ്ട് പോയത്. നിനക്കെന്താ തലയ്ക്ക് നല്ല സുഖമല്ലേ? കാശോ? ആരുടെ കാശ്? ആയിരിക്കണ ബാഗും അതിൻ്റെ അകത്തെ കാശും എൻ്റെ അനിയത്തിയുടെ കണ്ണ് ഓപ്പറേഷൻ വെച്ചിരുന്നതാണ്. അതിപ്പോൾ നിന്നെ കൊന്നിട്ടായാലും ശരി ഞാൻ കൊണ്ടുപോകും.
ഇനി ഒന്നും ചെയ്യരുത്. എന്നാ എനിക്കെന്തായാലും ചെയ്യാണ്ട് ചെയ്യും. എനിക്ക് എൻ്റെ അനിയത്തിയുടെ കണ്ണ് ഓപ്പറേഷൻ വെച്ച് കാശ് പത്രം കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടാനുള്ള തെളിവ് വേണ്ടിയിട്ടുണ്ട്. നിന്റെ അനിയത്തിക്ക് കണ്ണ് കാണില്ലെന്നല്ലേ പറഞ്ഞു. അവള് കണ്ണ് കാണാണ്ട് ഇതിൽ കൂടെ എഴിഞ്ഞടക്കട്ടെ. നീ ഇവിടുന്ന് ഒരു കാശും കൊണ്ടുപോകണല്ലോ, ഒരു കോപ്പും കൊണ്ടുപോകണല്ലോ. ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആളല്ലേ വിനോദങ്ങള്. പിന്നെ പെട്ടെന്ന് അവനെ കണ്ടപ്പോ എന്തിനാ ഞങ്ങൾക്കെതിരായത്? നിന്റെയൊക്കെ ഭാഗത്ത് തെറ്റുകൊണ്ട് ഒരുത്തും കിടന്ന് അടിമലിക്കുന്ന കണ്ടിട്ട് തോന്നിയപ്പോഴുള്ള സഹതാപാണത്, വേറൊന്നുമല്ല. നീ ജാമ്യത്തിലിറങ്ങിയ ഞാൻ അറിഞ്ഞു. പകപോക്കലാണ് ലക്ഷ്യമെന്ന് എനിക്കറിയാം. ഭാഗ്യമുണ്ടെങ്കിൽ നീ തേടുന്ന നേരാ നിന്നെ തേടി വരും. അതതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ.